നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാന്റെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. അറേബ്യൻ കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തമാകുമെന്ന് റിപ്പോർട്ട്. ഇതുമൂലം അടുത്ത 24 മണിക്കൂറിനകം അറബിക്കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ സൗദി അറേബ്യയിലെ കൂറ്റൻ മല രണ്ടായി പിളരുകയുണ്ടായി. ദക്ഷിണ സൗദിയിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ഐമണ്ടീൻ എന്ന ട്വിറ്റർ ഉപയോക്താവാണ് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിന്നലിന് ഒരു മലമുകളിലെ കൂറ്റൻ പാറക്കല്ലിനെ പിളർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിരുന്നോ? അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ എന്ന കുറിപ്പോടെയാണ് ഇദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 വീഡിയോകളിൽ ശക്തമായ മിന്നൽ പിണർ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന്റേതാണ് ആദ്യ ദൃശ്യമെന്നത്. ഇതേ തുടർന്ന് ഇടിമിന്നലിന്റെ ആഘാതത്തിൽ പിളർന്ന കൂറ്റൻ പാറക്കല്ലിന്റെയും തകർന്ന പർവ്വതത്തിന്റെയും ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തേത് വളരെ അകലെ നിന്നെടുത്ത വിഷ്വലാണെങ്കിൽ രണ്ടാമത്തേത് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം പകർത്തിയതാണ് എന്ന് കാണുവാൻ സാധിക്കും. പരസ്പരം ഘർഷണം മൂലം മേഘങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഉണ്ടാകുന്ന ശക്തമായ വൈദ്യുത പ്രവാഹമാണ് ഇടിമിന്നൽ. ഉയർന്ന വോൾട്ടേജിൽ ഒരു ചാലകമായി മാറുന്ന വായു വഴിയാണ് ഈ വൈദ്യുതി ഭൂമിയിലെത്തുന്നത്. US നാഷണൽ വെതർ സർവീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 300 ദശലക്ഷം വോൾട്ടാണ് ഇടിമിന്നലിനുണ്ടാവുക. നാം വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ വോൾട്ട് 230 ആണെന്ന് ഓർക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.